ഇന്നത്തെ ലൈവിലോ ഫാമിലി എൻവോൺമെന്റ് ട്രെയിനിങ് ആയിട്ടിക്കറ് ഞങ്ങൾ ഇന്നത്തെ സ്റ്റാർട്ട് ആക്കറ്. ഞങ്ങൾ ഇത്രത്തോളൂ മക്കളെ ബഗ്ಗೆಯಲ್ಲಿ ഞങ്ങൾ കുറേ ഡിസ്കഷൻ അത് ഇതെല്ലാം ആക്കിയ മക്കളെ പഠിപ്പുற ബಗ್ಗೆയിലും ഞങ്ങൾ കറക്റ്റ് ക്ലിയർ ആയിട്ട് അതിലെ കുറേ ഡിസ്കഷൻ ആക്കിയ അതിൽ കുറേ പരിഹാരത്തെ ഭാഗവും ഞങ്ങൾ അതിൽ കണ്ട അല്ലേ. അതല്ലെങ്കിൽ ഞങ്ങൾ കുറെ അടിച്ചോണ്ടും പിടിച്ചോണ്ടും ആ ഒരു ടൈപ്പിലല്ല ഇന്ന് അത്. ഓക്കെ, അപ്പൊ ഇണ്ട് ഞങ്ങൾ പ്രിപ്പയർ ആവുകയുള്ളത് ഇണ്ട് ഞങ്ങൾ ഡിസ്കഷൻ ആക്കുന്ന വിഷയവും ഫാമിലി ആയിട്ടേക്ക്. ഫാമിലി ചൊന്നെങ്കിൽ ഒരു കമ്മിറ്റി പോലെ, കമ്മിറ്റിയിൽ എന്തിരിക്കാറ്, പ്രസിഡന്റ് ഇക്കറ്, സെക്രട്ടറി ഇക്കറ്, വൈസ് പ്രസിഡന്റ് ഇക്കറ്, ജോയിന്റ് സെക്രട്ടറി ഇക്കറ്, അതർ മെമ്പേഴ്സ് ഇറങ്ങല്ല ഇക്കറ്. റൈറ്റ്. അപ്പൊ അതേപോലെ ഒരു കമ്മിറ്റി പോലെ ഇട്ടിക്കറ് ഈ ഒരു ഫാമിലി ചൊല്ലത്. പിന്നെ ഈ കമ്മിറ്റിയില് ഗൗരവാധ്യക്ഷರು അത് ഇതെല്ലാം ഇക്കറല്ലേ. അതുപോലെ ഞങ്ങൾ ഫാമിലീസിലും ഉണ്ട്. ഇത് ഇപ്പോ ഫാമിലിയുടെ പ്രസിഡന്റ് ആറ്, ബാപ്പ, സെക്രട്ടറി ആറ്, ഉമ്മ, ജോയിന്റ് ഇത് വൈസ് പ്രസിഡന്റ് ആറ്, വലിയ മോണു, ജോയിന്റ് സെക്രട്ടറി ആറ്, വലിയ മോളു, പിന്നെ അതിന് ബാക്കി ഉള്ളതല്ല എന്തൊരു മെമ്പേഴ്സ് ഇറങ്ങായിട്ടിക്കറാറ്. റൈറ്റ്. അപ്പൊ അതിന് ഗൗരവാധ്യക്ഷ ആറ്, ഞങ്ങളെ ബാപ്പര ബാപ്പ, ഞങ്ങളെ ബോബ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ. റൈറ്റ്. അപ്പോ വലിയ അതായത് സെക്രട്ടറി അത് ഇതിനെല്ലാത്തിലുള്ളത് അത് ഞങ്ങളെ ഗ്രാൻഡ് മാ, ഞങ്ങളെ ബെലമ്മ. റൈറ്റ്. അപ്പൊ ഇതേപോലെ ആയിട്ടിക്കറിയത് പ്രസിഡന്റ് സെക്രട്ടറി ഏത് ടൈപ്പില് ഒത്തൊരുമ ആ ഒരു ടൈപ്പില് അങ്ങനെയിടയിലുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻ ഏത് ടൈപ്പിൽ ഇക്കറ് അത് കൊത്തിട്ടിക്കറ് അതിന്റെ കീഴ്ഘടകത്തിലുള്ള കമ്മിറ്റി രംഗത് വേണ്ട അല്ലേ. ഇനി പ്രസിഡന്റ് ഇന്റർനാഷണൽ ചൂടനായെങ്കിൽ ചൂട് ചപ്പാത്തി ഉണ്ട്, പിന്നെ ആ സെക്രട്ടറി ഒത്തിട്ട് പോവും അതിരൊട്ടിಗೆ. ಯಪ್ಪ നോക്കിയെങ്കിൽ ഈ സെക്രട്ടറി എന്താക്കൂ ഈ പ്രസിഡന്റിന്റെ ബഗ്യമേ ഡിസ്കഷൻ ആക്കിക്കൊണ്ടിരിക്കൂ. അലഞ്ചിരില്ലേ എന്തിരത് അല്ല മുണ്ടരതുക്കും കുണ്ടി വയില്ലേ, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് ചൊല്ലത് പോലെ അല്ലേ. ഒരു കമ്മിറ്റി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാവട്ടെ ഒരു പള്ളിയിലാവട്ടെ ഓടെയുള്ള കമ്മിറ്റിയുടെ അവസ്ഥ. അപ്പൊ അത് ഈ പ്രസിഡന്റ് സെക്രട്ടറിയെ അങ്ങനെയിടയിലെ ഒരു ഒത്തൊരുമ അങ്ങനെയിടയിലെ ഒരു റിലേഷന് പക്ക അല്ലെങ്കിൽ പിന്നെ അതിനെ കീഴ്ത്തെതിരെ ചൊന്നിട്ട് കാര്യമുണ്ട്. അങ്ങനെയിടയിലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തർക്കായോട്ടെ ഇന്നെങ്കിൽ പിന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ബറക്കത്തിക്കുക ആ ബർക്കത്തുള്ള സാമന ഇല്ല ഇക്കാലത് എന്ത് ഓടെ തർക്കമുണ്ടോ അവിടെ ഞങ്ങളെ ബറക്കത്ത് ചൊല്ല സാമാന്റെ എടുക്കറിട്ട് എൻ ഇസ്ലാമിക് സൈക്കോളജി പഠിപ്പാട്ട. അപ്പോ അതേപോലെ ഇട്ടിക്കറിയത് ഒരു കമ്മിറ്റിയെ പോലെ ഇട്ടിക്കറ് ഞങ്ങളെ എന്തൊരു ഫാമിലി ലൈഫ്. അപ്പൊ പ്രസിഡന്റായ ബാപ്പവും സെക്രട്ടറി ആയ ഉമ്മ അങ്ങനെയിടയിൽ എത്ര ഇങ്ങ അണ്ടർസ്റ്റാൻഡിങ് ആവുറാറ്, എത്ര അപ്പറ ഇപ്പറ അർത്ഥാക്കിട്ട് ജീവിക്കാറ്. അത് കൊത്തിട്ടിക്കറ് അങ്ങനെ കീഴ്ഘടകത്തിലുള്ള വൈസ് പ്രസിഡന്റ് ആയ മോണും ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള മോളും ആ ഒരു ടൈപ്പിലുള്ള സപ്പോർട്ടും അത് ഇത് എല്ലാം ഇക്കും. ഏതുപോലെ ചൊന്നെങ്കിൽ നീ ഇട്ട പുല്ലുകുന്നാണിട്ട ചാണങ്ങാൻ പൈ ചൊന്ന പോലെ നിങ്ങ ഏത് ടൈപ്പില് ഞങ്ങളുടെ ബിഹേവ് ആക്കറ അതേപോലത്തെ ഞങ്ങൾ മണ്ടേ. അപ്പൊ ഇതില് മെയിനായിട്ട് ഞങ്ങൾ നോക്കാനായത് ഏത് ഉമ്മ പാപ്പ ചൊല്ലത് അഡ്ജസ്റ്റ്മെന്റ് ലൈഫിലേക്ക് ഊത്തിയറ. ഇനി അഡ്ജസ്റ്റ്മെന്റ് ലൈഫിലായെങ്കിൽ അവിടെ തർക്കമേ തീരില്ല. അഡ്ജസ്റ്റ് ആക്കിട്ട് പോണേ എങ്ങനെ മങ്ങിലൈരല്ലേ പോട്ടെ പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ ഊന്തിയുണ്ട് ഇങ്ങനെ പോയെങ്കിൽ എത്ര ഊന്തര ഈ ഊന്തിരിട്ട് പോണ്ടത് ഒരു ലിമിറ്റ് വേണ്ടേ. എന്തൊരിത് ഗാഡി ഊന്തരല്ലേ ഇത് മനുഷ്യ ചൊല്ലെ ആ ഇഞ്ചിന്റെ ഊന്തരതല്ലേ.
ഗാഡിരുതെങ്കിൽ ഒരു 4-5 ആളെങ്ങനെ എടുത്തിട്ട് ഊന്നിട്ട് പോവാ. ഇത് അതല്ലല്ലേ, മനുഷ്യ ചൊല്ലി ആ ഒരു ഇഞ്ചിനുള്ള സാധനമല്ല ഇത്. ഓക്കെ, അപ്പക്കാരനെ കൊണ്ടിട്ട് അവിടെ അഡ്ജസ്റ്റ്മെന്റ് അല്ല ഞങ്ങൾക്ക് വേണായത്, അവിടെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടിക്കൊണ്ട് വേണായത്. ഇതിപ്പോ ഒരാണ് ഒരു പെണ്ണ് മഞ്ഞില ചൊന്നെങ്കിലും അതേ അല്ലേ, എന്തിന് ഒരു ആണ് പെണ്ണ്, ഒരു ആണ് ഒരു കൾച്ചറിൽ വന്ന ആളായിട്ടിരിക്കും, പെണ്ണ് പിന്നൊരു കൾച്ചറിൽ വന്ന ആളായിട്ടിരിക്കും. ഇത് രണ്ട് ഒരുമിച്ച് കൂടുന്നതൊക്കെ ആയിട്ടിരിക്കുന്ന മഞ്ഞിലാണ്ട് ചൊല്ലു. ഇതിപ്പോ ഉള്ളാളത്തെ ആണ്, മഞ്ഞിനാടൊരു പെണ്ണ്. അപ്പൊ അവിടെ ഇത് രണ്ട് കൂടുന്നതൊക്കെ ആയിട്ടിരിക്കുന്ന മഞ്ഞിലാണ്ട് ചൊല്ലേ. അപ്പൊ ഇത് രണ്ട് കൂടുന്ന ചൊന്ന് രണ്ട് കൾച്ചർ അവിടെ അറ്റാച്ച് ആവുന്നുണ്ട്. അപ്പൊ പെണ്ണരുത് എന്തൊരു ഓള് വന്ന് ഏത് എൻവോർമെന്റ് എങ്ങനെ ഓള് ജീവിച്ചിട്ട് വന്ന് സാഹചര്യങ്ങളല്ല എങ്ങനെ അത് കൊത്തുട്ടയിട്ടിക്കറ് അവളുടെ ബ്രെയിൻ പ്രോഗ്രാം നടന്നത്. ചിലപ്പോ നല്ല കഷ്ടപ്പാടും കുറെ അടിയും പിടിയും കോംപ്ലിക്കേറ്റും അങ്ങനെയും ഇങ്ങനെ ആയിട്ട് വന്ന ഒരു കൾച്ചറിൽ വന്നവലായെങ്കിൽ അവളുടെ മനോഭാവ അത് ഇത് എല്ലാം സെറ്റായിട്ടിക്കറ അതേ ഒരു ടൈപ്പിലായിട്ടിക്കറ. ഈ മഞ്ഞനാടിയിലുള്ള ഈ ഒരു കിടാവല്ല ഈ ആളുടെ ചെന്നെങ്കിൽ ഇയാളുടെ കൾച്ചർ എങ്ങനെ, അയാളും നല്ല നെമ്മതിയില അല്ലെങ്കിൽ സ്വസ്ഥതത്തില നല്ല പാരന്റിങ്ങില ആ ഒരു ടൈപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ മെന്റാലിറ്റി അയാളുടെ കൾച്ചർ കൊത്തിട്ടായിട്ടിരിക്കുന്ന അവിടെ ബ്രെയിൻ പ്രോഗ്രാം നടക്കരുത്. ബ്രെയിൻ പ്രോഗ്രാം ചെയ്ത് നടക്കരുത്, അത് കൊത്തിട്ടായിട്ടിരിക്കരുത്. ഞങ്ങളെ സ്വഭാവ രീതി അത് ഇത് എല്ലാം വേണ്ടേ അല്ലേ. എപ്പോ ഒരു ക്രിട്ടിക്കൽ ആ ഒരു ടൈപ്പില് ജനിച്ചിട്ട് വന്ന് ആ ഒരു എൻവയറമെന്റ് ആയെങ്കിൽ അങ്ങനെ ചൊന്നെങ്കിൽ എപ്പാ നോക്കിയാൽ ഞങ്ങളെ കഷ്ടപ്പാട് തീരവില്ല. നെമ്മതി ചൊന്നത് എപ്പാന്ന് ചൊന്നെങ്കിൽ എപ്പം ഇങ്ങനെ കുന്തു കുറത്ത മാത്രം കണ്ടേ ചൊന്ന അങ്ങ് കണ്ടിട്ട് അനുഭവിച്ചിട്ട് ആ ഒരു ടൈപ്പിൽ അങ്ങ് വന്നത്. അത് ഞങ്ങള് ബ്രെയിൻ പ്രോഗ്രാം നടന്നേ. ആ ബ്രെയിൻ പ്രോഗ്രാം ഒത്തുട്ടേ ഇട്ടിക്കൊരു പർത്തകും നമുക്ക് വേണ്ടേ. യെസ് ആർ നോ? ഇത് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഇത് എന്തൊരാക്കറ വന്നുണ്ടോ, നീ സരിയില്ലേ ഞാൻ സരി, നീ സരിയില്ലേ ആര് ചൊല്ലേ, പെഞ്ഞായി മാപ്പിള ദൂറ് പിന്നെ മാപ്പിളാറ് ദൂറ്, നീനെ സരിയില്ലേ അവിടെ കണ്ടിട്ട് പടി, അവളുടെ കണ്ടിട്ട് പഠിക്കോ ചൊന്നെങ്കിൽ ഇത് ഈ മൂത്തങ്ങമാരെ പെഞ്ഞായിക അങ്കായും കണ്ട് ഇത് കമ്പയർ ആക്കരുത്. ഇത് കമ്പയർ ആക്കോ ചൊന്നേര് ഈ മൂത്തോണ്ട പെഞ്ഞായും ഓളും ഒരേ ഔത്തിൽ വന്നാങ്ങമ്മ, അല്ലെങ്കിൽ ഒരേ സിറ്റുവേഷനില ഒരേ കൾച്ചറില ഒരേ എൻവയോൺമെന്റ് ജനിച്ച് വന്നാങ്ങമ്മ, എങ്ങനെ അവിടെ കമ്പയർ ആക്കരുത്. ഞങ്ങളെ ഔത്തിലുള്ള ഒരേ ഉമ്മര വൈത്തര വന്ന് 5 പക്കവും ഒരേ പോലെ ഇല്ല, പിന്നെ എങ്ങനെ ഇത് അപ്പുറത്തിപ്പുറത്ത് കമ്പയർ ആക്കറിന്റെ വേണ്ടേ. റൈറ്റ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഞങ്ങ അവിടെ വലിയൊരു പരിഹാരമായിട്ടിരിക്കുന്ന ചൊന്നേ. വെറുതെ ഇങ്ങനെ സമസ്യ ഒന്നു പിന്നൊന്ന് ആക്കിട്ട് ചക്കര കഞ്ഞിയാക്കിട്ട് ഇതിനെ ഇങ്ങനെ കത്തുപാട്ടുറതറാണ്ട് നല്ല നിന്റെ കൾച്ചറ് നീന് വന്ന് ആ കൾച്ചർ കൊത്തിട്ടായിരിക്കും നിന്റെ ബ്രെയിൻ പ്രോഗ്രാം. നാ വന്ന് കൾച്ചർ കഴിക്കരുത് നിന്റെ ബ്രെയിൻ പ്രോഗ്രാം ആയിരേ. അപ്പോ നീ ബേ റേ ഇത് രണ്ടും കൂടുന്നത് കഴിക്കർ മങ്ങിയാണ്ട് ചൊല്ല്. അപ്പൊ ഞങ്ങൾ ആ ഒരു ജണ്ടറയും അപ്പുറത്തിപ്പുറത്ത് പുറത്തപ്പെട്ടിട്ട് ആ ഒരു രീതിയിൽ ഞങ്ങളതായിട്ടുള്ള ഒരു കൾച്ചർ അതിൽ എന്താ ഒരു ഒരുമിച്ച് കൂടുമ്പോഴത്തേക്ക് ബിൽഡാവും. അപ്പുറത്തിപ്പുറത്ത് അണ്ടർസ്റ്റാൻഡിങ് ആക്കിയാൽ മാത്രം അഡ്ജസ്റ്റ്മെന്റ് ആക്കിയെങ്കിൽ മറിക്കൊരു തോലി സമസ്യ തീരല്ലേ. റൈറ്റ്. അപ്പൊ അതിൽ നമുക്ക് അതായിട്ട് ഈ സെക്രട്ടറി പ്രസിഡന്റ് ഇടയില് ഇങ്ങനെ തർക്ക അത് ഇത് എല്ലാം ഇന്നെങ്കിൽ അത് പിന്നെ ആ ഫാമിലി ആ കമ്മിറ്റി വെച്ച് വന്നിട്ട് എന്തൊരും പ്രയോജനം ഇല്ല. അങ്ക് അവിടെ എത്ര വലിയ പ്രോഗ്രാം ആക്കട്ടെ എന്തു ആക്കട്ടെ അവിടെ എന്ത് വലിയ പോലെയാണ് എന്ത് ആ തർക്കം ഇന്ന് അവിടെ പറക്കത്തിക്കല്ലേ. റൈറ്റ്. അപ്പൊ ഈ ഒരു വിഷയ ഞങ്ങളെ ഫാമിലീസില് ഫസ്റ്റ് ആയിട്ട് ഞങ്ങ അർത്ഥാക്കരുത് നല്ലേ. ഇവിടെ ആരും അവള് നല്ലവളു ഓള് നല്ലവളു അവള് സരിയില്ലേ ഓള് സരിയില്ലാണ്ട് ആരുമില്ല. എല്ലാരും സരിയെ. പീപ്പിൾ ആർ ഡിഫറെന്റ് ബട്ട് പീപ്പിൾ ആർ ഓക്കെ. മനുഷ്യന്മാരെ ചൊന്ന് എല്ലാരും വ്യത്യസ്തമേ. അങ്കൻക്ക് അങ്ങ സരിയെ എന്ത് അങ്ങനെ കൾച്ചറിൽ വന്ന് അങ്ങനെ എൻവയോൺമെന്റിൽ വന്നത് കൊത്തിട്ട് അങ്ങനെ ബ്രെയിൻ പ്രോഗ്രാം നടന്നേ. അത് കൊത്തിട്ട് അങ്ങനെ ബ്രെയിനും സരിയേ.
യെസ് ആർ നോ? അപ്പൊ ഈ ഒരു വിഷയം ഞങ്ങൾക്ക് ഫാമിലീസില് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ അർത്ഥാക്ക റെഡിയല്ലേ? അണ്ടർസ്റ്റാൻഡിങ് ലൈഫും ഞങ്ങൾ കറന്നിട്ട് ഞങ്ങൾ ലൈഫ് എൻജോയ് ആക്കാൻ അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് കടന്നിട്ട് ഇങ്ങനെ നീ വെറുതെ ഇങ്ങനെ നട്ടം തിരിഞ്ഞിട്ട് ലൈഫ് ഊന്തരാണ്ട് നല്ല ഇതല്ലേ? നൈസ് ടു മീറ്റ് യു. സീ അഗൈൻ.